നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയും മുൻ MLA-യുമായ M. സ്വരാജിന്റെ ഭാര്യയ്ക്കായി വഴിവിട്ട നീക്കവുമായി കണ്ണൂർ സർവകലാശാല. സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് PhD നേടാനായി ചരിത്രത്തിൽ ആദ്യമായി മേഴ്സി ചാൻസ് നൽകിയിരിക്കുകയാണ് സർവകലാശാല. 1 ലക്ഷം രൂപ പിഴ അടച്ച് PhD നേടാനാണ് അവസരം. സ്വരാജിന്റെ ഭാര്യയ്ക്കായി ചട്ടങ്ങൾ മാറ്റിയതായി ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. കോളേജ് അധ്യാപകരുടെ പ്രവേശന പ്രായം 50ആയി വർദ്ധിപ്പിച്ചത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന ആരോപണം ശരിവെക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രജിത്ത് മോഹനൻ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, വളരെയധികം വിവാദം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കാരണം സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകം ചട്ടങ്ങൾ മാറ്റി എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു കേട്ടിരിക്കുന്നത്. ഈ CPM നേതാക്കളുടെ ഭാര്യമാർക്ക് വേണ്ടി അവർക്ക് ഗവേഷണ ബിരുദമൊക്കെ നേടാനുള്ള ഒരു സംവിധാനം ഒരുക്കി നൽകുകയാണ് സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഇതുവഴി ഇപ്പോൾ ഈ സർക്കാർ സർവീസിലൊക്കെ പെട്ടെന്ന് നിയമനം കിട്ടുന്നതിനുള്ള വഴിയൊരുക്കി നൽകുകയാണ് യൂണിവേഴ്സിറ്റികൾ എന്നുള്ള വിമർശനവും ഉയർന്നു വരുന്നു. ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയാണ് ഏറ്റവും പുതിയ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സ്പീക്കർ എൻ ഷംസീറിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദത്തിലും കണ്ണൂർ സർവകലാശാല പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M. സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു വിമർശനം കൂടി വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാലയളവ് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. 2008 ഒക്ടോബർ 20-നാണ് സരിത മേനോൻ കണ്ണൂർ സർവകലാശാലയിൽ PhD-ക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് ആ ഗവേഷണം അവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതുമുണ്ട്. 2023 ഏപ്രിൽ 1 അധ്യാപക നിയമന പ്രായപരിധി അത് സർക്കാർ 50ആക്കി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ 48 വയസ്സാണ് M. സ്വരാജിന്റെ ഭാര്യയ്ക്കുള്ളത്. കൊണ്ട് തന്നെ ഇനി അവർക്കൊരു സർക്കാർ സർവീസിൽ അധ്യാപക നിയമനം നേടാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഉത്തരവിലൂടെ 2023 ഏപ്രിൽ 11 പുറത്തിറങ്ങിയ ഉത്തരവിലൂടെ സർക്കാർ തയ്യാറാക്കി നൽകിയത്, അല്ലെങ്കിൽ ഒരു അവസരം കൂടി നൽകിയത്. 2023 ജൂലൈ 4-ന് ഈ ഏപ്രിൽ 11-ന് ഈ പറയുന്ന 50 വയസ്സ് പ്രായപരിധിയിലേക്ക് ഈ പറയുന്ന അധ്യാപക നിയമനത്തിനുള്ള പ്രായപരിധി ഉയർത്തുമ്പോഴേക്കും 2023 ജൂലൈ 4 ആകുമ്പോഴേക്കും 1 ലക്ഷം രൂപ പിഴയടച്ച് ഗവേഷണം പൂർത്തിയാക്കാൻ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റാണ് ഇത്തരത്തിൽ ഒരു മേഴ്സി ചാൻസ് എന്നുള്ളൊരു സംവിധാനം, അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവേഷണ ബിരുദത്തിന് മേഴ്സി ചാൻസ് നൽകുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു സിൻഡിക്കേറ്റ് ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. 2024 മെയ് 14-നാണ് സരിത മേനോൻ ഈ പറയുന്ന രീതിയിൽ പ്രബന്ധം സമർപ്പിക്കുന്നത്. 2024 മെയ് 14. അതിനുശേഷം 2024 തന്നെ നവംബർ 30 ആകുമ്പോഴേക്കും സരിത മേനോന് PhD ബിരുദം നൽകുകയാണ് സർവകലാശാല. സാധാരണഗതിയിൽ ഒരു PhD ബിരുദം സമർപ്പിക്കുന്ന സമയത്ത് ചില സമയത്ത് 2-3 വർഷങ്ങളൊക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ആ പ്രബന്ധം അംഗീകരിക്കാനും തുടർന്ന് PhD നൽകാനും ഒക്കെ അത് കേരളത്തിലെ സർവകലാശാലകളെ പറ്റി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. പക്ഷേ സരിത മേനോന്റെ കാര്യം വരുമ്പോഴേക്കും 5 മാസത്തിനുള്ളിൽ ഈ പറയുന്ന ഏപ്രിൽ പ്രബന്ധം സമർപ്പിക്കുന്നു, നവംബറിൽ പറയുന്ന രീതിയിൽ PhD നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് സർവകലാശാല ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ഉയർത്തിക്കാട്ടുന്നത്. ഒന്ന്, ഈ അസാധാരണമായിട്ടുള്ള ഒരു മേഴ്സി ചാൻസ്, ഒരു സാധാരണഗതിയിൽ സർവകലാശാലകളിലെ ബിരുദങ്ങൾക്ക് നൽകുന്ന മേഴ്സി ചാൻസ് അതൊരു ഗവേഷണ ബിരുദത്തിന് നൽകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നൊരു സംവിധാനമാണ്. സിൻഡിക്കേറ്റ് തീരുമാനമാണെങ്കിൽ തന്നെയും അത് പ്രത്യേകം സ്വരാജിന്റെ ഭാര്യയുടെ വിഷയം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ നടപടിയിലേക്ക് പോയതെന്നുള്ളതാണ് പ്രധാന വിമർശനം. രണ്ടാമത്തതാണ് ഈ തിരക്കിട്ട നടപടികൾ നടന്നു എന്നുള്ളത്. അതായത് സാധാരണഗതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രബന്ധം സമർപ്പിച്ച വലിയ സമയം അല്ലെങ്കിൽ കാലയളവൊക്കെ എടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് വെറും 5 മാസത്തിനുള്ളിൽ സരിതയ്ക്ക് വേണ്ടി ഈ പറയുന്ന രീതിയിൽ ഒരു പ്രബന്ധത്തിന്റെ അംഗീകാരം നടക്കുകയും PhD നൽകുകയും ചെയ്യുന്നത്. സാധാരണക്കാരായ ഒരാൾക്ക് അത്തരത്തിലുള്ളൊരു ആനുകൂല്യവും ഒരു സർവകലാശാലയും കേരളത്തിൽ നൽകില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനിയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ആരോപണം ഉയരുന്നത്. ഒന്ന്, ഈ പ്രായപരിധി ഉയർത്തുന്നത്. ഈ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമനം അത് പ്രായപരിധി നേരത്തെ 40 വയസ്സായിരുന്നു, അത് 50-ലേക്ക് ഉയർത്തിയത് പോലും 48 വയസ്സുള്ള സരിത മേനോന് നിയമനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അതായത് ഒരു തവണ അവർ ഈ പറയുന്ന രീതിയിൽ PhD-ക്ക് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് ആ ഗവേഷണം അവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. പിന്നാലെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ചേർന്ന് സരിത മേനോന് ഒരു മേഴ്സി ചാൻസ് അനുവദിക്കാൻ ചരിത്രത്തിലില്ലാത്ത വിധം തീരുമാനമെടുക്കുന്നു. അതിനൊപ്പം ഈ പറയുന്ന പ്രായപരിധിയിൽ ഒരു ഇളവ് കൊണ്ടുവന്ന് 48 വയസ്സുള്ള സരിത മേനോന് അധ്യാപക നിയമനം ലഭിക്കാനുള്ള ഒരു
നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചുകൊണ്ട് വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് വിദേശത്തും മറ്റുമുള്ള വലിയ അക്കാദമിക് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അക്കാദമിക് വിദഗ്ധരായ ആളുകൾക്ക് ഇത്തരത്തിൽ നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതും ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത് ഇതെല്ലാം സരിതാ മേനോന് വേണ്ടിയിട്ട് പ്രത്യേകം നടപ്പിലാക്കിയ മാറ്റങ്ങളാണ് എന്നുള്ളതാണ്. എന്തായാലും സേഫ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പോലെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഗവർണർക്ക് ഈ വിഷയത്തിൽ പരാതി നൽകുകയാണ്. സംസ്ഥാനത്തെ CPM നേതാക്കൾക്ക് വേണ്ടി ചട്ടങ്ങളിലും വ്യവസ്ഥകളിലും ഒക്കെ മാറ്റം വരുത്തി വിദ്യാഭ്യാസ മേഖലയെ തന്നെ അട്ടിമറിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് അത്തരം സംഘടനകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം. ശരി പ്രജിത്ത്.